നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. ബിഷപ്പിന്റെ അനുഗ്രഹം തേടാൻ വന്നതാണെന്ന് വിശദീകരണം. രാഷ്ട്രീയം ചർച്ചയായില്ലെന്നും ശോഭ സുരേന്ദ്രൻ. അധ്യാപകർ സമരം ചെയ്യേണ്ടവരല്ലെന്നും അവരെ തെരുവിലേക്ക് ഇറക്കിവിടുന്നത് ഭരണകൂടമാണെന്നും കേരളവർമ്മ കായിക വിഭാഗം റിട്ടയർഡ് പ്രൊഫസർ MC രാധാകൃഷ്ണൻ. കേരളത്തിന് കായിക നയമില്ല. കായിക നയം എന്തെന്നത് അറിയാത്ത ഭരണകൂടം ശാപമാണെന്നും MC രാധാകൃഷ്ണൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കായിക അധ്യാപക സംഘടനകളുടെ നേതൃത്വത്തിൽ പാലക്കാട് ധർണ. പുതുക്കാട് മീൻ വളർത്തൽ കേന്ദ്രത്തിലേക്ക് അതിക്രമിച്ച് കയറി വാൾകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾക്ക് 7 വർഷം തടവും 35,000 രൂപ പിഴയും. ഇരിങ്ങാലക്കുടയിൽ കള്ളുഷാപ്പിൽ വെച്ച് വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. തൃശൂരിലെ ബാറിൽ വെച്ച് യുവാവിനെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പോലീസിന്റെ പിടിയിൽ. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച് ഒളിവിലായിരുന്ന 2 പ്രതികൾ റിമാൻഡിൽ. വാർത്തകൾ വിശദമായി. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. ജില്ലയിൽ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നതിനാലാണ് ബിഷപ്പിന്റെ അനുഗ്രഹം തേടാൻ വന്നതെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ചയായില്ലെന്നും ദീപിക മുഖപ്രസംഗത്തെക്കുറിച്ച് സംസാരിച്ചില്ലെന്നും ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടാൻ വേണ്ടിയിട്ട് വന്നു. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് രാഷ്ട്രീയം ഒന്നും തന്നെ ഇല്ല. അല്ല, അതിനെക്കുറിച്ചൊന്നും നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത്? കാരണം ഓരോ മാധ്യമത്തിനും മാധ്യമത്തിൻ്റെതായിട്ടുള്ള എഡിറ്റോറിയൽ പേജ് ഉണ്ടാവും. അവർക്ക് അവരുടെ എഡിറ്റോറിയൽ രീതികളുണ്ടാകും. അപ്പോൾ അത് അവരവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് എഴുതുക എന്നുള്ളതാണ്. അത് ഭാരതീയ ജനതാ പാർട്ടി എന്തിനാണ് അങ്ങനെ ശഠിക്കുന്നത്? അധ്യാപകർ സമരം ചെയ്യേണ്ടവരല്ലെന്നും അവരെ തെരുവിലേക്ക് തള്ളിവിടുന്നത് ഭരണകൂടമാണെന്നും കേരളവർമ്മ കായിക വിഭാഗം റിട്ടയർഡ് പ്രൊഫസർ MC രാധാകൃഷ്ണൻ. കേരളത്തിന് കായിക നയമില്ലെന്നും കായിക നയം എന്തെന്ന് അറിയാത്ത ഭരണകൂടം ശാപമാണെന്നും MC രാധാകൃഷ്ണൻ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കായിക അധ്യാപക സംഘടന പാലക്കാട് DD ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1970 മുതൽ കായിക നയത്തിനായി കായിക അധ്യാപകരും കായിക പ്രേമികളും പോരാട്ടത്തിലാണ്. പരിശീലകരെ വെച്ച് കാര്യം നേടാമെന്നാണ് സർക്കാർ വിചാരിക്കുന്നത്. എന്നാൽ അധ്യാപകരും പരിശീലകരും രണ്ടാണ്. ടൂർണമെൻറ്റുകളും വിജയവും കപ്പും കൊണ്ട് കാര്യമില്ല. ശരിയായ ലക്ഷ്യം, ശരിയായ ജീവിത രീതി എന്നിവയ്ക്ക് കായിക വിദ്യാഭ്യാസം ആവശ്യമാണ്. ഭരണാധികാരികളുടെ വാക്കിൽ മാത്രമാണ് കായിക പ്രേമമെന്നും MC രാധാകൃഷ്ണൻ പറഞ്ഞു. അധ്യാപകന് പരിശീലകനാവാം, പക്ഷേ ഒരു പരിശീലകന് അധ്യാപകനാവാൻ പറ്റില്ല. അധ്യാപനം വേറെയാണ്, പരിശീലനം വേറെയാണ്. ഇവർ വിചാരിച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാര്, ബാക്കി നമ്മുടെ എന്താ പറയുക ബ്യൂറോക്രാറ്റ്സ്, അവരൊക്കെ പഠിക്കുന്ന കാലത്ത് ചിലപ്പോൾ കളിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇത് അറിയാത്തത്. വെറുതെ കുറച്ച് ടൂർണമെന്റ് കളിച്ചു, കപ്പുകൾ കൊണ്ടുവന്നു ഹാപ്പി. അതല്ല കായിക വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഴുവൻ വിദ്യാലയങ്ങളിലും കായിക അധ്യാപകരെ നിയമിക്കുക, തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുക, കായിക അധ്യാപകരോടുള്ള വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സംയുക്ത കായികാധ്യാപക സംഘടന പ്രതിഷേധം നടത്തിയത്. KPSPETA പ്രസിഡന്റ് K. പോൾ വർഗീസ് അധ്യക്ഷത വഹിച്ചു. DPETA ജില്ലാ പ്രസിഡന്റ് K. കൃഷ്ണദാസ്, AKSTU ജില്ലാ സെക്രട്ടറി സതീഷ് മോൻ, KPSTA ജില്ലാ പ്രസിഡന്റ് ഷാജി S. തെക്കേതിൽ, NTU പ്രസിഡന്റ് AJ ശ്രീനി, KSTU ഷൗക്കത്ത് അലി, TC ഹരിദാസ്, ബിജു ദിവാകരൻ, രതീശൻ, സുരേഷ് S, PA അബ്ദുൽ ഗഫൂർ, ബിജുമോൻ, PV എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിൽ ഭൂരഹിതരായ മുഴുവൻ പേരെയും ഭൂ ഉടമകളാക്കി മാറ്റുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. പട്ടയ മിഷൻ 2025ൻ്റെ ഭാഗമായി പട്ടാമ്പി നിയോജകമണ്ഡലം പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2ാം LDF സർക്കാരിൻ്റെ 4 വർഷക്കാലം കൊണ്ട് 2,23,000-ലധികം പട്ടയ വിതരണം നടത്താനായെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. പട്ടയ മിഷൻ എല്ലാവർക്കും ഭൂമി നൽകാനുള്ള പ്രവർത്തനങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഏടാണെന്നും മന്ത്രി തുറന്ന് സംസാരിക്കവേ പറഞ്ഞു. ഈ 2ാം ഗവൺമെന്റിന്റെ 4 വർഷക്കാലം കൊണ്ട് 2,23,000-ലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള റെക്കോർഡുകളിൽ ഒന്നാണ്. കേരളത്തിൽ ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ സമീപ ഭൂതകാലത്തൊന്നും കേരളം ദർശിച്ചിട്ടില്ലാത്ത ശ്രദ്ധേയമായൊരു പദ്ധതിക്കാണ് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേതൃത്വപരമായ പങ്കുവഹിച്ചത്. ഒരു പട്ടയ മിഷനായി
പട്ടയ മിഷൻ എല്ലാവർക്കും ഭൂമി നൽകാനുള്ള പ്രവർത്തനങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഏടാണ്. രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ നിയമസഭയിലെ 140 MLA-മാരും അവരുടെ മണ്ഡലങ്ങളിൽ അവരവരുടെ അധ്യക്ഷതയിൽ ആ നിയോജക മണ്ഡലത്തിലുള്ള വാർഡ് മെമ്പർമാർ, കൌൺസിലർമാർ അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും വിളിച്ചുരുത്തി റവന്യൂ അസംബ്ലി എന്ന പേരിൽ വിളിച്ചുരുത്തി അവിടെ അവരുടെ വാർഡുകളിലുള്ള റവന്യൂ പ്രശ്നങ്ങൾ, വിശിഷ്യ ഭൂരഹിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നിർബന്ധമായും ഭൂമി കൊടുക്കാൻ അർഹരായവരുടെ ലിസ്റ്റ് തന്നെ തയ്യാറാക്കി ഒരു വളരെ ശ്രദ്ധേയമായ പദ്ധതിയായിരുന്നു പട്ടയ അസംബ്ലി. പട്ടയ അസംബ്ലികൾ 2 തവണ കേരളത്തിൽ കൂടുകയുണ്ടായി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് പട്ടാമ്പി നിയോജകമണ്ഡലം പട്ടയ വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷനായിരുന്നു. ജനപ്രതിനിധികളായ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, എ ആനന്ദവല്ലി, ഉണ്ണികൃഷ്ണൻ, ഡെപ്യൂട്ടി കളക്ടർ എ ബിന്ദു, താലൂക്ക് തഹസിൽദാർ TP കിഷോർ, MN കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന 2 പ്രതികൾ പോലീസിന്റെ പിടിയിൽ. വാളയാറിൽ നിന്നാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി അനന്തകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയത്. പ്രതികൾ റിമാൻഡിലാണ്. ആളൂർ പടിയൂർ സ്വദേശി കോഴിപ്പറമ്പിൽ 26 വയസ്സുള്ള അനന്തുവിനെ ഇക്കഴിഞ്ഞ 2024 ഡിസംബർ 25-ാം തീയതി രാവിലെ 10:30 കൊമ്പിടിഞ്ഞാമക്കൽ നിന്ന് ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറടക്കം തട്ടിക്കൊണ്ടുപോയി. വെടിമറയിലുള്ള ഖുറേഷി എന്നയാളുടെ ഹോട്ടലിൽ എത്തി മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നോർത്ത് പറവൂർ വില്ലേജിൽ വെടിമറ ദേശത്ത് കാഞ്ഞിരപ്പറമ്പിൽ വീട്ടിൽ അബ്ദുള്ള 34 വയസ്സ്, നോർത്ത് പറവൂർ വില്ലേജിൽ പെരുമ്പടന്ന ദേശത്ത് കടുവാപ്പറമ്പ് വീട്ടിൽ 34 വയസ്സുള്ള ഗോഡ്ലി എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വാളയാറിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ആന്റി ടെസ്റ്റിസ്റ്റ് എന്നിവരുടെ സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടിയത്. അനന്തവും സുഹൃത്തുക്കളും ചേർന്ന് 50 ലക്ഷം രൂപ കവർച്ച ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ മരട് സ്റ്റേഷനിൽ കേസുണ്ട്. ഇവർ കവർന്ന പണം അപഹരിക്കുന്നതിനു വേണ്ടിയാണ് 10 പേരടങ്ങുന്ന സംഘം അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയത്. ഈ കേസിൽ തൃശൂർ റൂറൽ SP ബി കൃഷ്ണകുമാർ IPSന്റെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു. മുക്താർ, മുഹമ്മദ് ഷമി, ഖുറൈഷി, ഷാജി, നിഷാന, ഫാരിസ്, റൊണാൾഡ് റിച്ചാർഡ് എന്നീ 7 പ്രതികളെ മുൻപ് പിടികൂടി ജയിലിലടച്ചിരുന്നു. അബ്ദുള്ളയുടെ പേരിലുള്ള നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനിലും ആളൂർ പോലീസ് സ്റ്റേഷനിലും ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലുമായി ഒരു വധശ്രമ കേസുൾപ്പെടെ 6 അടിപിടി കേസുകളും ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസും അടക്കം 14 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഗോഡ്ലിയുടെ പേരിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഒരു തട്ടിപ്പ് കേസുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചോടെ മുങ്ങിയ ഇവർ പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. പ്രതികളുമായി സംഭവസ്ഥലമായ വെടിമറയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS, ഇരിങ്ങാലക്കുട DYSP സുരേഷ് KG, ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജിമോൻ, സബ് ഇൻസ്പെക്ടർമാരായ അഫ്സൽ M, CS അന്വേഷ്, CS സുമേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജീവൻ, വിശാഖ്, സിവിൽ പോലീസ് ഓഫീസർമാരായ നിഖിൽ, ആഷിഖ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിലെ ബാറിൽ വെച്ച് യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. ചാലക്കുടി പോട്ട് തെക്കേടത്ത് വീട്ടിൽ 37-കാരനായ ജിനീഷാണ് ചാലക്കുടി പോലീസിന്റെ പിടിയിലായത്. ജൂലൈ 9 ഉച്ചയ്ക്ക് 2:30 നാടുകുന്ന് ഹർഷവർദ്ധന ബാറിൽ വെച്ച് പ്രതിയുടെ കൂടെ വന്നയാളോട് കൊടകര നാടുകുന്ന് സ്വദേശി ചേനത്ത് പറമ്പിൽ 32 വയസ്സുള്ള ലാലു പോൾ എന്നയാൾ സംസാരിച്ചതിലുള്ള വൈരാഗ്യത്താൽ സോഡാ കുപ്പി കൊണ്ട് തലക്കടിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരുന്നു. ഈ കേസിലെ പ്രതിയായ ചാലക്കുടി പോട്ട് തെക്കേടത്ത് വീട്ടിൽ 37 വയസ്സുള്ള ജിനീഷ് കുമാർ കോടതിയിൽ ഹാജരാവുകയും തുടർന്ന് ചാലക്കുടി പോലീസ് എത്തി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്യുന്നതിനായി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ജിനീഷ് ചാലക്കുടി കൊടകര പോലീസ് സ്റ്റേഷനുകളായി 5 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സിജുമോൻ, കൃഷ്ണൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മീൻവളർത്ത് കേന്ദ്രത്തിലേക്ക് അതിക്രമിച്ച് കയറി വാൾകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ 7 വർഷം കഠിന തടവും 35,000 രൂപ പിഴ അടയ്ക്കാനും ശിക്ഷ വിധിച്ചു. ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെക്ഷൻസ് കോടതി ജഡ്ജി RK രമയാണ് ശിക്ഷ വിധിച്ചത്. പുതുക്കാടാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പുതുക്കാട് നന്ദിക്കര മാടായി വീട്ടിൽ ശിവജിയുടെ ഉടമസ്ഥയിലുള്ള മീൻ വളർത്തുന്ന കുളത്തിൽ അനധികൃതമായി രാത്രിയിൽ മീൻ പിടിക്കുന്നത് ചോദ്യം ചെയ്ത 51 വയസ്സുള്ള ശിവജിയുടെ ഭാര്യ സഹോദരൻ സുഭാഷ് എന്നിവരെ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളായ നന്ദിക്കര സ്വദേശികളായ തണ്ടാശ്ശേരി വീട്ടിൽ വള്ളി എന്ന് വിളിക്കുന്ന 37 വയസ്സുള്ള സനീഷ്, തണ്ടശ്ശേരി വീട്ടിൽ കുട്ടൻ എന്ന് വിളിക്കുന്ന
65 വയസ്സുള്ള സിദ്ധാർത്ഥൻ എന്നിവരെയാണ് 7 വർഷം തടവിനും 35,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചത്. ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി RK രമയാണ് ശിക്ഷ വിധിച്ചത്. 2014 കേസിനാസ്പദമായ സംഭവം നടന്നത്. അന്നത്തെ പുതുക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന KS സന്ദീപ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ പുതുക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന PV ബേബി ആയിരുന്നു. കേസിലെ 1-ാം പ്രതി വള്ളി എന്ന് വിളിക്കുന്ന സനീഷ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കള്ളുഷാപ്പിൽ വെച്ച് വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ഇരിങ്ങാലക്കുടയിലാണ് സംഭവം. വള്ളിവട്ടം സ്വദേശി പുളിക്കപ്പറമ്പിൽ 47-കാരനായ കണ്ണനാണ് പിടിയിലായത്. പൂവത്തുംകടവിലുള്ള കള്ളുഷാപ്പിൽ വെച്ച് പ്രതിയിൽ നിന്ന് വാങ്ങിയ ഞണ്ടിനെ പിടിക്കുന്ന റിങ് തിരികെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിൽ വള്ളിവട്ടം സ്വദേശി കുമ്പുകുളങ്ങര വീട്ടിൽ 67 വയസ്സുള്ള ദിവാകരൻ എന്നയാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ എടുത്ത കേസിലെ പ്രതിയായ വള്ളിവട്ടം സ്വദേശി പുളിക്കപ്പറമ്പിൽ വീട്ടിൽ കണ്ണൻ 47 വയസ്സ് എന്ന ആളെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കണ്ണൻ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസിലും ഒരു അടിപിടി കേസിലും ലഹരിയിൽ പൊതുജനങ്ങളെ ശല്യം ചെയ്ത 2 കേസിലും അടക്കം 4 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MS ഷാജൻ, സബ് ഇൻസ്പെക്ടർ ദിനേശ് കുമാർ, SCPOമാരായ ജിജിൽ കുമാർ, EG വിജോഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ വീട്ടിലെ കിണറിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പാലക്കാട് തോലന്നൂർ സ്വദേശി 57 വയസ്സുള്ള മുരുകേശനാണ് മരിച്ചത്. തലയ്ക്ക് പിന്നിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. കുളപ്പുള്ളി മേൽമുറി പാലംകുളങ്ങര യുവമോർച്ച യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 12ാമത് അനുമോദന സദസ്സും യുവപ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ വിജയം നേടിയവരെ അനുമോദിച്ചു. യുവപ്രതിഭകളെ ആദരിക്കൽ ചടങ്ങ് നടന്നു. അംഗൻവാടി മുതൽ ഡിഗ്രി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ചടങ്ങിൽ BJP മണ്ഡലം സെക്രട്ടറി വിപിൻ നാഥ് അധ്യക്ഷത വഹിച്ചു. 5ാം വാർഡ് കൗൺസിലർ രാധാ സുരേന്ദ്രൻ, പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറിയും 2ാം വാർഡ് കൗൺസിലറുമായ അഡ്വക്കേറ്റ് സിനി മനോജ്, ജില്ലാ സെക്രട്ടറിയും 13ാം വാർഡ് കൗൺസിലറുമായ K പ്രസാദ്, ജില്ലാ വൈസ് പ്രസിഡന്റും 23ാം വാർഡ് കൗൺസിലറുമായ EP നന്ദകുമാർ, MP സതീഷ് കുമാർ, KT രവിദാസ് എന്നിവർ സംസാരിച്ചു. BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. പാർട്ടി അംഗത്വം സ്വീകരിച്ച മുൻ SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് GS ഗോകുൽ ഗോപിനാഥ്, മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻലാൽ MP എന്നിവർ പാലക്കുളങ്ങര യൂണിറ്റിന്റെ സ്നേഹാദരവ് ഏറ്റുവാങ്ങി. യുവമോർച്ച പാലക്കുളങ്ങര യൂണിറ്റ് പ്രസിഡന്റ് A രഞ്ജിത്ത് സ്വാഗതവും BJP 114ാം ബൂത്ത് പ്രസിഡന്റ് KK മനോജ് നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലഹരിക്കെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ മഞ്ഞക്കാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ബോധവൽക്കരണ പ്രചരണം സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VC ശങ്കരൻ, MC ശങ്കരൻ, MV മധുമാസ്റ്റർ, TK രാധ, KC രാധ, രുക്മണി കേയത്ത്, CP ജോൺ, P മോഹൻദാസ്, P ബാലകൃഷ്ണൻ, C മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP സംസ്ഥാന സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. ബിഷപ്പിന്റെ അനുഗ്രഹം തേടാൻ വന്നതാണെന്ന് വിശദീകരണം. രാഷ്ട്രീയം ചർച്ചയായില്ലെന്നും ശോഭ സുരേന്ദ്രൻ. അധ്യാപകർ സമരം ചെയ്യേണ്ടവരല്ലെന്നും അവരെ തെരുവിലേക്ക് ഇറക്കി വിടുന്നത് ഭരണകൂടമാണെന്നും കേരളവർമ്മ കായിക വിഭാഗം റിട്ടയർഡ് പ്രൊഫസർ MC രാധാകൃഷ്ണൻ. കേരളത്തിന് കായിക നയമില്ല. കായിക നയം എന്തെന്നത് അറിയാത്ത ഭരണകൂടം ശാപമാണെന്നും MC രാധാകൃഷ്ണൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കായിക അധ്യാപക സംഘടനകളുടെ നേതൃത്വത്തിൽ പാലക്കാട് ധർണ. പുതുക്കാട് മീൻ വളർത്തൽ കേന്ദ്രത്തിലേക്ക് അതിക്രമിച്ച് കയറി വാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾക്ക് 7 വർഷം തടവും 35,000 രൂപ പിഴയും. ഇരിങ്ങാലക്കുടയിൽ കള്ളുഷാപ്പിൽ വെച്ച് വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. തൃശൂരിലെ ബാറിൽ വെച്ച് യുവാവിനെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പോലീസിന്റെ പിടിയിൽ. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച് ഒളിവിലായിരുന്ന 2 പ്രതികൾ റിമാൻഡിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.